എന്നതാടാ ഇനിയ എന്നുള്ള പേര് എവിടെയും കേട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ഇവിടെ കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ശ്രുതി എന്ന് പറയുന്ന പേരിലായിരുന്നു. അതാണ് എൻ്റെ ഒറിജിനൽ നെയിം. ഞാൻ ബാലതാരമായിട്ട് ആക്ടിങ് തുടങ്ങിയപ്പോഴും അതുപോലെ ഡാൻസ് രംഗത്ത് നിന്നപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും കേരളത്തിൽ എല്ലാവർക്കും എന്നെ അറിയാന്നുള്ളത് ശ്രുതി എന്നാണ്. എൻ്റെ അച്ഛനമ്മ ഇട്ട പേര് അതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ ചെയ്ത ഭാഗ്യസുടവ എന്ന് പറഞ്ഞ നാഷണൽ അവാർഡ് മൂവി 2011 റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് പേരൊന്ന് മാറ്റണമല്ലോ എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ എങ്ങനെ ഈ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഡയറ്റ് ആയിട്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ശരിക്കും നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. അന്ന് ആ ഒരു ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ടിപ്പ് ആവശ്യം. അതായത് എനിക്ക് തോന്നുന്നു നല്ല തടിച്ചിരിക്കുന്നവർ നമ്മൾ വിചാരിക്കും ആരോഗ്യമൊന്നുമില്ല, വലിച്ചു വാരി തിന്നുമായിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നല്ല പുഷ്ടിയുള്ള ശരീരം എന്ന് പറയുന്നതാണ് ആരോഗ്യമുള്ള ശരീരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വണ്ണം വെക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ കൂടുതൽ സന്തോഷിക്കുള്ളൂ. യെസ്, ഐ എം. ഇത് ഞാൻ എത്രത്തോളം വിശ്വസിക്കും. ഇല്ല, ഡെഫിനറ്റ്ലി ഞാൻ വണ്ണമുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും ഇനി അടുത്ത പടത്തിന് ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ പടത്തിന്റെ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ മാത്രം ഐ വിൽ സ്റ്റാർട്ട് ഓൺ മൈ ബോഡി വർക്ക്ഔട്ട് സെഷൻ ഒരു 20 days 15 days ബിഫോർ ആയിട്ട്. കാരണം എൻ്റെ ബോഡി, ഞാൻ ചെറുതിലോട് ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഫ്ലെക്സിബിൾ ആണ്, പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിക്കുകയാണ് എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു 20 days എനിക്ക് റെഡിയാക്കാൻ പറ്റും. ഒരു 3-4 കിലോ കുറച്ചാൽ മതി, അതിനുള്ള ഡിഫറൻസ് ഒക്കെ മതിയാവും. പിന്നെ തീരെ ഈ ശോഷിച്ചുള്ള കാരണം ഈ കവളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ബോണൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു മോഡൽ ഫിഗറിനോട് താല്പര്യമില്ല. ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ മെലിയാ, നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി കഷ്ടപ്പെടാം. പക്ഷെ എനിക്കൊരു ചബ്ബിയായിട്ടിരിക്കുന്നതൊക്കെയാണ് ഒരു ഇഷ്ടം. ഓക്കെ, അപ്പൊ മോഡലിംഗ് ഒക്കെ മോള് ചെയ്തു എന്ന് പറഞ്ഞല്ലേ? അപ്പം ആ മോഡലിംഗിന് വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ല, അതിനകത്തൊരു മോഡൽ വരുമ്പം മോഡലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാ വേണ്ടത്? മോഡലിംഗ് സമയത്ത് ഞാൻ ഒരുപാട് ലൈക്ക് ഇത് ചെയ്തിരുന്നു, വർക്ക്ഔട്ട് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ആക്ട്രസ് ആയതിനു ശേഷം നമുക്ക് ക്യാരക്ടറിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയേ പറ്റും. അപ്പം അതിനനുസരിച്ച് ബാലൻസ് ചെയ്യും. ഇപ്പോൾ വന്നിട്ട് ഡാൻസും ആക്ടിങ്ങും മോഡലിംഗും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ ഡാൻസ് ഷോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നതൊക്കെ എവിടെ പോകുന്നെന്ന് എനിക്ക് അറിയുന്നില്ല. നാച്ചുറലി ബേൺ ആയി പോകുന്നുണ്ട്. ഞാൻ ചോറ് കഴിക്കും. ചില ആൾക്കാർ പറയും ചോറ് വേണ്ട, ചപ്പാത്തി മതി. ചോറ് ചപ്പാത്തിയും തുല്യ കലോറിയാണ്. ആണോ? അതെ. അപ്പൊ പിന്നെ ചോറ് കഴിക്കുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നതിനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുത്താൽ പോരും. അത്രേ ഉള്ളൂ. ആ പറഞ്ഞ വളരെ ശരിയാട്ടോ. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ വായിക്ക് രുചിയായിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ആഹാരവും കഴിക്കാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ ഹെൽത്തും നോക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പറ്റുന്ന എന്നാന്ന് വെച്ചാൽ, ഞാൻ മലയാളികളെ കുറ്റം പറയുന്നതല്ല കേട്ടോ, നമ്മളത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ നല്ലോണം കഴിക്കും, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് വലിയ മടിയായി. ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുക, മറ്റേ ഭാഗം ഫസ്റ്റ് ഹാഫ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫിനോട് വരുമ്പോഴത്തേക്ക് ഇന്ന് വയ്യ നാളെ എന്നൊരു വാക്ക്. ആദ്യത്തെ 2 ദിവസം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് രാവിലെ എണീച്ച് ട്രാക്ക് സൂട്ട് ഒക്കെ ഇട്ട് ഓടാനൊക്കെ തോന്നും. 3-4 ദിവസം വേണം. ആർക്ക് വേണ്ടിട്ട് വേണ്ട, നമുക്കൊരു എയിം വേണം. ഇപ്പം ഇനിയായി സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഷീ ഈസ് എൻ ആക്ട്രസ്, ഷീ ഹാവ് ടു മെയിൻറ്റെയിൻ ഹർ ബോഡി. പക്ഷെ നമ്മൾ വീട്ടമ്മമാരെ പോലെ കുറെ അമ്മമാരുണ്ടോ ഇനി എന്നാ കാണിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തിരിഞ്ഞു നോക്കുകയല്ല. അങ്ങനത്തെ ഒരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. ശരിയാ. ഇന്ന് ഞാൻ തനിക്ക് ചെയ്തേക്കുന്ന സ്പെഷ്യൽ ഡിഷസ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇത് പറയാനും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് ലെറ്റ് ഹർ സേ ദാറ്റ്. ബിക്കോസ് എൻ്റെ ഡാഡി മുസ്ലിമാണ്, മമ്മി ഹിന്ദു ആണ്, ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. സോ ഇതുപോലെ നോമ്പ് തുറയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ ചുരുക്കം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ പള്ളിയിൽ പോയിട്ട് നോമ്പ് കഞ്ഞി അത് ഡാഡി പോയിട്ട് വരുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. നേരിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ ഈ പലഹാരങ്ങൾ വിഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടാക്കും. ഈ എന്താ പറയുക, കൊഴുക്കട്ട, ഇലയട, അങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നാട് എവിടെയാ? ട്രിവാൻഡ്രം. തന്നെ ബേസിക്കലി കാണുമ്പോഴത്തേനുണ്ടല്ലോ, ഐ മീൻ ഒരു തന്റെ വേ ഓഫ് ഡ്രസ്സിങ്സ് ആൻഡ് ഓൾ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ എഫക്റ്റ് ഉണ്ട്. ഒരു ഗേൾ ഫ്രം ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നാറുണ്ട്. അത് ശരിക്കും ഇത് സെലിബ്രിറ്റി ആയ പിന്നെ ആണോ ഈ മേക്ക് ഓവേഴ്സ് വന്നത്? അല്ല, കുഞ്ഞിലേ തൊട്ട് തന്നെ മോഡലിങ്ങും ഡാൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കാഷ്വൽ ഡ്രസ്സസ് ആയിരുന്നു കൂടുതലും വെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വന്നിട്ട് ഒരു നാടൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഭൂപടത്തിലില്ലാത്തൊരിടം, റേഡിയോ, പിന്നെ അയാളുടെ ചക്ര എന്ന് പറയുന്ന ക്യാരക്ടർ, ഇപ്പോൾ ചെയ്ത പുത്തൻപണത്തിലെ നാടൻ ക്യാരക്ടർ, ലൈക്ക് മമ്മൂട്ടി സാറിൻ്റെ പടത്തിലെ ക്യാരക്ടർ,
ഇപ്പോൾ ജയറാമേട്ടൻ്റെ പടം വരെ മലയാളത്തിൽ കൂടുതൽ ഞാൻ ട്രഡീഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തത്. പിന്നെ തമിഴിൽ മോഡേൺ കോളേജ് ഗേൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോർമലി ഇനിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് ഓക്കെ ഒരു തെലുങ്ക് ഗേൾ, ഒരു സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ഒരു മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു കന്നഡികയാണെന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് പെൺകുട്ടിയാണെന്നോ പറയത്തില്ല, ഒരു തെലുങ്കു ആ റേഞ്ചിലുള്ള തെലുങ്കു. യെസ്, കാരണം ഇനിയ ഇല്ലിയാന ആ ഒരു റേഞ്ചിലുള്ള പേരുകളൊക്കെ ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോ അല്ലേ തെലുങ്കു ഗേൾ ആണെന്ന് പറയാം. മലയാളി എന്ന് പറയുമ്പോഴത്തേന് പിന്നെ ഒരു അഭിമാനമാണ്. അതെ, അല്ല ആ ഡിഫറൻസ് അവരെന്താ തരുന്നത്? ബീങ് എ മലയാളി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് യു ഗെറ്റ് ദ റെസ്പെക്ട് ഓർ ഓ മലയാളിയാണോ എന്തായിരിക്കും അവരുടെ ഓക്കെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാഷ പെട്ടെന്ന് വഴങ്ങുന്നത്, എല്ലാ ഭാഷകളും. പിന്നെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, ഫുഡ്, നല്ല എന്താ തനതായ ഭക്ഷണ ശൈലിയൊക്കെ ഉള്ളത്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉള്ളത് നമ്മുടെ മലയാളീസ് തന്നെ. കേരള നമ്മുടെ ഈ തമിഴ് തെലുങ്കു കന്നഡയിലൊക്കെ നമ്മൾ ഈ ഫുഡ് ക്വൈറ്റ് ഡിഫറെന്റ് ആ, സ്പൈസീസ് അങ്ങനെ. ഹൈദരാബാദ് പോകുമ്പോൾ ഭയങ്കര സ്പൈസി ആയിരുന്നു എല്ലാത്തിനും, പിക്കിൾസ് ഒക്കെ ഭയങ്കര സ്പൈസിയാണ്. അപ്പൊ നമ്മൾ ഈ നമ്മൾ ജീവിച്ചു വന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് അവിടെ വന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും.